ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു ക്വിസ് ആൻഡ് ഗെസ്. മലയാളം സബ്ജക്റ്റിലെ പുതിയ സിലബസിൽ നിന്നുള്ള കുറച്ച് പ്രധാന ചോദ്യങ്ങൾ പരിചയപ്പെടാം. പേരച്ചത്തിന് ഉദാഹരണമേത്? ഉത്തരം കേട്ട. ശ്ലോകത്തിൽ കഴിയുക എന്ന ശൈലിയുടെ അർത്ഥം? ഉത്തരം ഏറെ ചുരുക്കുക. ഭീഷ്മപ്രതിജ്ഞ എന്ന ശൈലിയുടെ പൊരുൾ? ഉത്തരം കഠിന ശപഥം. കളിയാക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഏത്? ഉത്തരം ചെണ്ട കൊട്ടിക്കുക. ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ചെറുശ്ശേരി. ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? ഉത്തരം ആശിച്ച് കാലം കഴിക്കുന്നവൻ. കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്ന കവി? ഉത്തരം ONV. കേരള തുളസീദാസ് എന്നറിയപ്പെടുന്ന കവി? ഉത്തരം വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. മലയാള കവിതയുടെ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച കവി? ഉത്തരം കുമാരനാശാൻ. കച്ചമുറുക്കുക എന്ന ശൈലിയുടെ പൊരുൾ? ഉത്തരം തയ്യാറാവുക. കലാശക്കൊട്ട് എന്ന ശൈലിയുടെ അർത്ഥം? ഉത്തരം അവസാനിപ്പിക്കുക. കാടുകാട്ടുക എന്ന ശൈലിയുടെ പൊരുൾ? ഉത്തരം അബദ്ധം കാണിക്കുക. അങ്ങാടിപ്പാട്ട് എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഉത്തരം പരസ്യമാക്കുക. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്? ഉത്തരം എല്ലാം. കറുത്ത തുണിയിൽ വെള്ളപ്പൊട്ടുപോലെ പറന്നു നടക്കുന്നു എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെ? ഉത്തരം മിന്നാമിനുങ്ങിനെ. നക്ഷത്രം എന്നർത്ഥം വരാത്ത പദം? ഉത്തരം അമ്പരം. മഴ പെയ്തപ്പോൾ ആകാശത്തുനിന്ന് നക്ഷത്രങ്ങൾ താഴോട്ടു പോന്നതാണ് അല്ലേ എന്നു കുട്ടിയുടെ ചോദ്യത്തിനുള്ള ശരിയുത്തരം ഏതാണ്? ഉത്തരം മിന്നാമിനുങ്ങ്. അമ്മയുടെ നീല പട്ടുസാരി നിവർത്തി വിരിച്ചതുപോലെയുണ്ട്. എന്ത്? ഉത്തരം ആകാശം. ഒരു കോണിൽ നിന്നും നരച്ച താടിയും ചിരിച്ച മുഖവുമായി അരിമണികൾ എണ്ണിപ്പറക്കുന്നത് ആരാണ്? ഉത്തരം അമ്പിളി അമ്മാവൻ. മിന്നാമിനുങ്ങ് എന്നർത്ഥം വരുന്ന പദം ഏത്? ഉത്തരം ഇന്ദുഗോപം. ശരിയായ പദമേത്? ഉത്തരം സംഭ്രമം. കേരള ശാകുന്തളം എന്നറിയപ്പെടുന്ന കൃതി? ഉത്തരം നളചരിതം ആട്ടക്കഥ.
ഒറ്റ നോവൽ കൊണ്ട് മലയാള സാഹിത്യത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ സാഹിത്യകാരി. ഉത്തരം ലളിതാംബിക അന്തർജനം. കാച്ചിക്കുറുക്കിയ കവിതകളുടെ കർത്താവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം വൈലോപ്പിള്ളി. വള്ളത്തോളിന്റെ ആദ്യത്തെ സാഹിത്യ സൃഷ്ടി? ഉത്തരം കിരാതശതകം. നല്ല അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യൂ. താങ്ക് യു.